ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്ത് വലിയ മാറ്റങ്ങളൊക്കെ വന്നെങ്കിലും പോലീസ് പഴയ പോലീസ് തന്നെയാണ്. കള്ളക്കേസിൽ കുടുക്കി ജയിലിലിടുന്ന പ്രവണതയ്ക്കും കസ്റ്റഡി മർദ്ദനത്തിനും കുറവൊന്നുമില്ല. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയച്ച യുവാവ് മരിച്ച സംഭവം ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. പോലീസ് മർദ്ദനമാണ് മരണകാരണമെന്ന് കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയോട് റിപ്പോർട്ട് തേടി. ഇതിനിടെ മരിച്ച സിയാദിന്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലം കുണ്ടറ സൊസൈറ്റി മുക്ക് സ്വദേശി സിയാദാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ജൂൺ 16-ന് 13 വയസ്സുകാരനെ കാണാതായെന്ന പരാതിയെ തുടർന്നാണ് സിയാദിനെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് പോലീസ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ സിയാദിന് കസ്റ്റഡിയിലിരിക്കെ ക്രൂരമായ മർദ്ദനമാണ് നേരിട്ടതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കുനിച്ചേർത്തി ഇടിച്ചെന്നാ പറഞ്ഞത്, ഇങ്ങനെ ഇടിച്ചെന്നാ പറഞ്ഞത്. ഇരുന്നപ്പോ എവിടെ വെച്ച്? വണ്ടിക്കകത്ത് വെച്ച് ആള് മാറി എന്നെ അടിച്ചുമ്പോന്ന് പറഞ്ഞു പോലീസ്. എത്ര ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, വേറൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. പക്ഷെ നമ്മൾ തക്കമായി കിട്ടി, നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഒരു പെരുമ്പഴേക്കും കേരളത്തിൽ സ്ഥലത്തിന് ഇടയ്ക്ക് നിർത്തി ജീപ്പ് നിർത്തിയിട്ട് പുള്ളിയെ മർദ്ദിക്കുമായിരുന്നു. മർദ്ദിച്ചിട്ട് ചോദിക്കുന്നത് കൊച്ചെവിടെയാണ്. പുള്ളിക്ക് ആരും അറിയത്തില്ല. സാറേ കാര്യം പറയാൻ പറഞ്ഞു എനിക്ക് വിഷ്ണു എന്ന് പറഞ്ഞ പയ്യൻ്റെ മകനെ നീ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് എൻ്റെ പേര് കേസ് എന്ന് പറഞ്ഞു. അതിനകത്ത് സിയാദിനെ ക്രൂരമായവർ ഇടിക്കുകയായിരുന്നു പോലീസുകാർ. മർദ്ദനത്തെ തുടർന്ന് വാരിയെല്ല് പൊട്ടിയിരുന്നു. ആന്തരിക പരിക്കുകൾ ഗുരുതരമായതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഭാര്യയുടെയും ആരോപണം. കുണ്ട്ര പോലീസ് സ്റ്റേഷനിലെ SI അതുലിനും കോൺസ്റ്റബിൾ ശ്രീജിത്തിനുമെതിരെയാണ് കുടുംബം ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സംഭവത്തിനിടെ സിയാദിന്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിൽ നടന്നതായി പറയപ്പെടുന്ന ഫോൺ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. ശ്രീജിത്ത് സാറല്ലേ? അതെല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. പെരുമ്പഴേന്ന് ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു. ഒരു പാർവതി എന്ന് പറയുന്ന ഒരുത്തിക്ക് വേണ്ടി. ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്നോ അന്ന് സാർമാരത്തെ എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന്. ആണോ? അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നേ തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഴുത്തിപ്പോ സീരിയസ് ആയിട്ട് കിടന്ന് ഇപ്പൊ പോയി. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കിയ DYFI പ്രവർത്തകർ കുണ്ട്ര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധം കണക്കിലെടുത്ത് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കസ്റ്റഡി മർദ്ദന പരാതിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയോട് അടിയന്തര റിപ്പോർട്ട് തേടി. സമഗ്ര അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സിയാദിന്റെ മരണത്തിന് കസ്റ്റഡി മർദ്ദനമാണോ കാരണമെന്നതുൾപ്പെടെയുള്ള എല്ലാ ആരോപണങ്ങളും അന്വേഷണ വിധേയമാണ്. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.